ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരമാണെന്ന പ്രതീതി ജനിപ്പിക്കാനായത് NDA സ്ഥാനാർത്ഥിയായി എത്തിയ ശോഭാ സുരേന്ദ്രൻ്റെ പോരാട്ട വീര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ ശ്രദ്ധേയനായ KC വേണുഗോപാൽ ആലപ്പുഴയിൽ വലിയ ഓളം സൃഷ്ടിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് DK ശിവകുമാർ ആളും അർത്ഥവുമായി എത്തി KCയെ സഹായിക്കുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 47% വരെ വോട്ട് പിടിച്ചിരുന്നു KC. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവിടെ സീറ്റ് തിരിച്ചു പിടിക്കാനായി ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ കനൽ ഒരു തരി മാത്രമുണ്ടായിരുന്ന ആലപ്പുഴയിൽ ഇത്തവണ കനൽ കെടുന്നതിൻ്റെ ലക്ഷണവും കാണുന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ സിറ്റിംഗ് MP ആയ ആരിഫ് മുന്നിലെത്തിയപ്പോൾ സ്വന്തം മണ്ഡലമായ അരൂരിൽ പിന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവിടെ ആരിഫിന് വിജയിക്കാൻ സാധ്യമല്ല എന്നാണ് വിലയിരുത്തൽ. രണ്ടാം സ്ഥാനത്തിനായി ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിൽ മത്സരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കേൾക്കുന്ന കഥ. കഴിഞ്ഞ 8 വർഷങ്ങളിൽ 4 തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച ശോഭ ഓരോ തവണയും BJPയുടെ വോട്ട് വിഹിതം ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ദൃശ്യമാധ്യമങ്ങളുടെ സർവേയിൽ 20% താഴെ വോട്ട് മാത്രമേ ശോഭയ്ക്ക് നേടാൻ കഴിയൂ എന്നാണ് പറയുന്നത്. പല ചാനലുകളും പറയുന്നതിൻ്റെ ഇരട്ടി കഴിഞ്ഞ തവണ ലഭിച്ചതായി ശോഭ തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ 30% വോട്ട് ലഭിച്ചാൽ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ വിജയസാധ്യതയുണ്ടാകും. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അണികളിൽ നിന്ന് വോട്ട് ചോർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ NDA നടത്തുന്നു. തിരുവിതാംകൂറിലെ തന്നെ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ. അതായത് എറണാകുളത്തിന് തെക്കോട്ട് ഒരു വനിത പോലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നർത്ഥം. ആകെയുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളായ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് എന്ന് BJP നേതാക്കൾ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പരിഹസിക്കുന്നുണ്ട്. കഴിഞ്ഞ 28 വർഷത്തെ ആത്മബന്ധമുള്ള ആലപ്പുഴയിൽ നിന്ന് ഇത്തവണ ഉറപ്പായും KC വേണുഗോപാൽ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ വിശ്വസിക്കുന്നത്. കാരണം 3 തവണ MLA, 2 തവണ MP, മാത്രമല്ല ആലപ്പുഴയുടെ പ്രതിനിധിയായിരുന്നപ്പോൾ സംസ്ഥാന മന്ത്രിപദം, കേന്ദ്ര മന്ത്രിപദം എന്നിവയൊക്കെ KC വേണുഗോപാൽ ലഭിച്ചിരുന്നു. അപ്പോൾ പഴയ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നാണ് KC ആലപ്പുഴയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അസ്വസ്ഥരായ CPM ഇത്തവണ വോട്ട് മറിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാകും CPM-ലെ ഒരു വലിയ വിഭാഗം ഇത്തവണ വോട്ട് ചെയ്യുക. അങ്ങനെ ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി KC ഡൽഹിയിലെത്തി വിലസണ്ട അല്ലെങ്കിൽ അതിനെ അനുവദിക്കണ്ട എന്ന് CPM പ്രാദേശിക നേതൃത്വത്തിന് മുകൾ തട്ടിൽ നിന്ന് സന്ദേശമെത്തിയതായി സൂചനകളുണ്ട്. നിലവിൽ ന്യൂനപക്ഷ മതവിഭാഗക്കാരുടെ നിലപാടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമാകും. എന്നാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് പ്രതികൾക്ക് കൂട്ട മരണശിക്ഷ വിധിച്ചു. അതായത് ഏതാണ്ട് 15 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. കൂടാതെ അവലും മലരും കുന്തിരിക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നത് ഇതെല്ലാം ആലപ്പുഴയാണ്. ഈ മുദ്രാവാക്യം വിളി സെക്കുലർ ആണെന്നൊക്കെ തോന്നിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി മതം കലർത്തുകയായിരുന്നു എന്ന് ആലപ്പുഴക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രയോജനം ലഭിക്കുന്നത് BJPക്കായിരിക്കും. മാത്രമല്ല ഇത്തരം മുദ്രാവാക്യങ്ങളുമായി ആളുകളെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്ന നിലപാടിനെതിരെ സ്ത്രീകൾ തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ ഈ സംഭവമുണ്ടായ മണ്ണഞ്ചേരി UDFന് അനുകൂലമായ പഞ്ചായത്തായിരുന്നെങ്കിലും ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ അതിൽ വലിയ ധ്രുവീകരണമൊക്കെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ BJPക്ക് അനുകൂലമായ സാഹചര്യം അവിടെയും ഉരുത്തിരിയുന്നു. ഇനി ആലപ്പുഴയുടെ മൊത്തം ജനസംഖ്യ എടുത്താൽ 70% ആൾക്കാരും ഹിന്ദുക്കളാണ്. ക്രിസ്ത്യൻ വിഭാഗം 14%, മുസ്ലിം വിഭാഗം 15%. അതിൽ തന്നെ ഈ ന്യൂനപക്ഷക്കാരായ മുസ്ലിം വിഭാഗം കോൺഗ്രസ്സുകാരാണ്. എന്നാൽ ഹിന്ദുക്കളോ കൂടുതലും CPM-നെ അനുകൂലിക്കുന്നു. അപ്പോൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന CPM-ലേക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നുഴഞ്ഞു കയറി എന്ന് CPM അണികൾ തന്നെ തിരിച്ചറിയുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ CPM-ന് ലഭിക്കേണ്ട വോട്ട് വളരെയധികം കുറഞ്ഞു. എന്നിട്ട് പോലും 10,000-ഓളം വോട്ടിന് ആരിഫ് ജയിച്ചു കയറുകയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഷാനിമോൾ ഉസ്മാനോടുള്ള എതിർപ്പായിരുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ ആരിഫിന് വോട്ട് ചെയ്തു. എന്നാൽ ഇത്തവണയോ കുട്ടനാട്ടിലെ CPM-ൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്.
അത് തൊട്ടടുത്ത മണ്ഡലമായ ആലപ്പുഴയിലേക്ക് വ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല ആലപ്പുഴയിലെ എക്കാലത്തെയും വലിയ നേതാവായിരുന്ന സുധാകരൻ്റെ നിശബ്ദത, മാത്രമല്ല ജി സുധാകരൻ വലിയ നിസ്സഹകരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത്. കൂടാതെ മന്ത്രിയായ സജി ചെറിയാനും CPM ജില്ലാ സെക്രട്ടറിയായ ആർ നാസറും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇത് CPM വോട്ടുകൾ ചോർത്തിയേക്കും. കായംകുളത്ത് ബിപിൻ സി ബാബു എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി അംഗം, അദ്ദേഹത്തിൻ്റെ അമ്മ ഏരിയ കമ്മിറ്റി അംഗം, ഇവർ തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. അപ്പോൾ അവിടെ പാർട്ടി നേതൃത്വവുമായി കുറേ പ്രശ്നങ്ങൾ. അങ്ങനെ CPMനുള്ളിലെ പ്രശ്നങ്ങൾ കാരണം വോട്ടുകൾ ധ്രുവീകരിക്കപ്പെടും. അപ്പോൾ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ എന്ന വനിതയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ടാണ് ആരിഫ് വിജയിച്ചത്. ഈ CPMനുള്ള പടലപ്പിണക്കം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ BJP അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തിയ മണ്ഡലമായതുകൊണ്ടാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അതിൻ്റെ ഒരു ഫലം അവിടെ ഉണ്ടാകുമെന്ന് BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ ആരിഫ് അവിടെ ജയിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്തിനായി ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ഈ പറയുന്ന ആരിഫും തമ്മിൽ മത്സരമുണ്ടെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതായത് KC വേണുഗോപാൽ എന്തായാലും ഉറപ്പായും ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി ഏറെ സൂക്ഷിക്കണം. സ്ത്രീ വോട്ടർമാർക്കിടയിൽ ആവേശകരമായ ഒരു ഉണർവ് സൃഷ്ടിക്കാൻ ശോഭയ്ക്ക് സാധിക്കുന്നുണ്ട്. പാരമ്പര്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വരുന്ന കുറേ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടയിലുമുണ്ട്. ഇവർക്കിടയിലേക്ക് ശോഭ കടന്നു കയറുകയും ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കുകയും ചെയ്തു. നമുക്കറിയാം സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ചില വെടികളൊക്കെ പൊട്ടിക്കുന്നതാണ്. എന്നാൽ ഇത് വെള്ളാപ്പള്ളിയുടെ മണ്ഡലമായിട്ട് കൂടി ശോഭയ്ക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നു. പ്രീതി നടേശൻ ശോഭയുടെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു, ശോഭയെ അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഈഴവ വോട്ടുകളുടെ വലിയ പിന്തുണ ലഭിക്കും ശോഭയ്ക്ക് എന്ന് ഏതാണ്ട് ഉറപ്പായി. മാത്രമല്ല നായർ വോട്ടുകളും BJPക്ക് അനുകൂലമാകും. കാരണം മോദിയോടുള്ള വലിയ ഭക്തിയുണ്ട്. മാത്രമല്ല സുകുമാരൻ നായരുടെ ഒരു നിർദ്ദേശമുണ്ട്. ഇതൊക്കെ തന്നെ അനുകൂലമാകും. ഇനി അമൃതാനന്ദമയ്ക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ധീവര സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. അതിൻ്റെ നേതാക്കളുമായി ശോഭ നല്ല ബന്ധം പുലർത്തുന്നു. അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളെയെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ അഡ്രസ്സ് ചെയ്യുന്നു. എന്നാൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയുടെ അടിവേരുകൾ വരെ അറിയാം. എവിടെ നിന്നാണ് അടിയൊഴുക്കുണ്ടാകുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു കക്ഷിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാകൂ എന്ന് ആലപ്പുഴക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ KC ജയിച്ചാലും പ്രയോജനം ഉണ്ടാകില്ല. ശോഭാ സുരേന്ദ്രൻ ജയിച്ചെത്തിയാൽ പ്രയോജനകരമായ പല കാര്യങ്ങളും ആലപ്പുഴ മണ്ഡലത്തിലുണ്ടാകും. മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട ശോഭ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് വിജയിക്കട്ടെ എന്ന് സ്ത്രീകളങ്ങ് തീരുമാനിച്ചാൽ അത് വലിയ അട്ടിമറിയാകും. കേന്ദ്രമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ മോദിയോടുള്ള ആഭിമുഖ്യം ആലപ്പുഴയിലും തിരയടിക്കുന്നുവെന്ന് പറയാൻ കഴിയും. രാഹുൽ ഗാന്ധിയെ കൊണ്ടു നടക്കുന്നത് KC വേണുഗോപാലാണ്. ഈ പാർട്ടിയെ ഇപ്പോൾ ദുർബലമാക്കുന്നവരിൽ ഒരു നേതാവാണ് KC. അതുകൊണ്ട് കുറേ കോൺഗ്രസ്സുകാരെങ്കിലും ഇത്തവണ വേണുഗോപാലിനെതിരെ വോട്ട് ചെയ്യും. മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്ന കോൺഗ്രസിലെയും CPMലെയും നേതാക്കൾ തമ്മിൽ ചില നീക്കുപോക്കുകളും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. BJPയെ തോൽപ്പിക്കാനായി ക്രോസ് വോട്ടിംഗ് ചെയ്യാൻ പോലും ഒരു കാലത്ത് ഇരു മുന്നണികളും തയ്യാറായി. എന്നാൽ ഇത്തവണയോ CPMന്റെ വോട്ട് ബാങ്കായ ഈഴവ ബെൽറ്റ് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ന്യൂനപക്ഷക്കാരുടെ വോട്ടുകൾ ഇടതുമുന്നണിക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആരിഫിനെതിരെ വോട്ട് ചെയ്യാൻ CPM തന്നെ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം നേടാൻ കഴിയും എന്ന് UDF പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ശോഭാ സുരേന്ദ്രൻ്റെ അപ്രതീക്ഷിത മുന്നേറ്റം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ആരിഫ് ഏതാണ്ട് പരാജയപ്പെടുന്ന സ്ഥിതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ വോട്ടുകൾ ഇത്തവണ ശോഭയ്ക്ക് മറിച്ച് നൽകാമെന്ന് അവർ ചിന്തിക്കുന്നു. വിപ്ലവത്തിൻ്റെ നാട്ടിലെ CPM വോട്ടുകളാണ് ഇങ്ങനെ മറിയാൻ പോകുന്നത് എന്നത് ഏറെ ഗൗരവത്തോടു കൂടി കാണണം. കരിമണൽ ലോബി ശോഭയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു. ഒരു ചാനലിൻ്റെ മേധാവിയുടെ അടുത്ത സുഹൃത്ത് വന്ന് വെള്ളാപ്പള്ളിക്കെതിരായ നിലപാട് സ്വീകരിക്കണം, പാർട്ടി ഫണ്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൂടുതൽ പണം നൽകാമെന്നൊക്കെ പറഞ്ഞു. ഇതിനെതിരെ ശോഭ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഒരു അട്ടിമറി വിജയം നേടാൻ ശോഭാ സുരേന്ദ്രൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇതിന് വഴിയൊരുക്കുന്നതോ CPM തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നതോടെ KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ പ്രതിരോധം തീർക്കാൻ രംഗത്ത് വരുന്നുണ്ട്. കാരണം KC ജയിച്ച് ഡൽഹിയിലെത്തിയാലും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും.
മോദി ആയിരിക്കും വീണ്ടും പ്രധാനമന്ത്രിയായി എത്തുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ ജനപ്രതിനിധി ആകണം എന്ന് ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ചിന്തിക്കുന്നു. ഇപ്പോൾ ചാനൽ സർവേകൾ കാണിക്കുന്ന 20% എന്നുള്ളത് ഒരു 30% വോട്ട് ശോഭാ സുരേന്ദ്രനെ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ബാക്കി വോട്ടുകൾ ധ്രുവീകരിച്ചു പോകും. അതായത് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടും ഇടതുമുന്നണിക്ക് കിട്ടേണ്ട വോട്ടും ഒക്കെ ഭിന്നിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഭിന്നിക്കുന്ന വോട്ടുകളിൽ ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് CPM വോട്ടുകൾ BJPയിലേക്ക് മറിയും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സൂചനകൾ. ഇത് സത്യമാവുകയാണെങ്കിൽ കേരളത്തിൽ ആലപ്പുഴയിൽ BJPക്ക് ഒരു ജനപ്രതിനിധി ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് ഒരു കേന്ദ്ര മന്ത്രി പദവും ലഭിച്ചേക്കാം. എന്തായാലും CPM പിന്തുണയോടുകൂടി ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കയറുമോ, അതോ ആലപ്പുഴയുടെ പൾസ് തിരിച്ചറിയാവുന്ന KC വേണുഗോപാൽ വീണ്ടും ജനപ്രതിനിധിയായി മാറുമോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും ആരിഫ് എന്ന് പറയുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ആലപ്പുഴയിൽ വലിയ റോളില്ല എന്ന് CPMകാർ തന്നെ പരസ്യമായും അതുപോലെ തന്നെ രഹസ്യമായും പറയുന്നുണ്ട്. അപ്പോൾ നേരിട്ടുള്ള പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാണ്. അത്തരത്തിലുള്ള ഒരു വലിയ അട്ടിമറി ഉണ്ടാകുമെന്ന് BJP ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ ആർക്കനുകൂലമായി വരുമെന്ന് കാത്തിരിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമുക്ക് മുന്നിലുള്ളൂ.